ഈ 2025 എന്നത് പലരുടെയും ജീവിതത്തിൽ വളരെ വലിയ ടെസ്റ്റിമണീസിന്റെ ഒരു ഇയർ ആയിരിക്കും. സൗഖ്യദാതാവിനെ അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന പല അസുഖങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടു പോകുന്നതായിരിക്കും. ആവശ്യങ്ങളുടെ ആ ഒരു ലിസ്റ്റുമായിട്ട് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നതിന് പകരം പ്ലീസ് മീറ്റ് ദ പ്രൊവൈഡർ പുറകെ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും യേശു ചോരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും. റെസൊല്യൂഷൻസ് അല്ല, സൊല്യൂഷൻസ് തന്നെയാണ് നിങ്ങളെ തേടി വന്നിരിക്കുന്നത്. ആൻഡ് യു വിൽ ഫൈൻഡ് വണ്ടർഫുൾ തിങ്സ് ഹാപ്പനിങ് അറ്റ് യുവർ എൻഡ്. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ നസറേനായ യേശുവിന്റെ നാമത്തിന്, സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത് 2025 പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. പുതിയ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെ മെച്ചപ്പെടുത്താനും പല നഷ്ടങ്ങളൊക്കെ നികത്താനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ റെസൊല്യൂഷൻസ് എടുക്കുന്നത്. ഞാനിന്ന് വന്നിരിക്കുന്നത് റെസൊല്യൂഷൻസിനെ കുറിച്ച് പറയാനല്ല, പകരം നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരാൻ വേണ്ടിയാണ്. ഈ 2025 നിങ്ങൾ നേരിടാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻസ് ആണ് എൻ്റെ കൈവശമുള്ളത്. ഇത് ഒരു ഗിഫ്റ്റ് രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ ഓൾ ഓഫ് യു. Please receive this gift. I have nothing greater to give you. The greatest ever gift for mankind is Jesus Christ of Nazareth. I have this gift for all of you. It is Jesus. The name Jesus. യേശു എന്ന നാമം, യേശുവിനെയാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് തരാനുള്ളത്. ഈ ഗിഫ്റ്റ് നിങ്ങൾ സ്വീകരിക്കുക, ഈ ഗിഫ്റ്റ് നിങ്ങൾ റിസീവ് ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്തോടു കൂടി യേശുവിനെ നിങ്ങൾ ഏറ്റെടുക്കുക. യേശുവിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു 2025 നിങ്ങൾ യേശുവിനെ കൂടുതലായിട്ട് അറിയാൻ പോവുകയാണ്. നിങ്ങൾ യേശുവിൽ കൂടുതലായിട്ട് വിശ്വസിക്കാൻ പോവുകയാണ്. ഈ 2025 നിങ്ങൾ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാകുക. യേശുവിനെ സ്വീകരിക്കാത്തവർക്ക്, യേശുവിൽ വിശ്വാസമില്ലാത്തവർക്ക് യേശുവിൽ കൂടുതൽ വിശ്വാസം വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഉറപ്പാണ് ഈ 2025 എന്നത് പലരുടെയും ജീവിതത്തിൽ വളരെ വലിയ ടെസ്റ്റിമണീസിന്റെ ഒരു ഇയർ ആയിരിക്കും. യേശുവിനെ വേണ്ട വിധത്തിൽ വിശ്വസിച്ചാൽ, യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് എന്തെല്ലാമാണ് യേശു വെച്ചിരിക്കുന്നതെന്നത് നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനെക്കാട്ടിലുമൊക്കെ അപ്പുറമാണ്. ഇന്ന് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു കാര്യമാണ് രോഗശാന്തി. സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ സൗഖ്യദാതാവിനെ സ്വീകരിക്കുക, സൗഖ്യദാതാവിനെ അന്വേഷിക്കുക, സൗഖ്യദാതാവിന്റെ പുറകെ പോവുക. യേശുവിനെ സൗഖ്യമാക്കാൻ മേലാത്ത ഒരു രോഗവും ഈ ഒരു ലോകത്തില്ല. പക്ഷെ പലർക്കും അത്രയ്ക്ക് വിശ്വാസം പോരാ. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം വായിക്കുക. യേശു പലതരത്തിലുള്ള പട്ടണങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും ഒക്കെ പോയിട്ട് എല്ലാ തരത്തിലുള്ള സകല രോഗങ്ങളെയും യേശു സൗഖ്യമാക്കി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ രോഗം സൗഖ്യമാക്കാൻ യേശുവിന് കഴിയുമോ അതോ കഴിയത്തില്ലയോ? എന്താണ് നിങ്ങളുടെ വിശ്വാസം? സൗഖ്യദാതാവിനെ തിരിച്ചറിയുക. ഹി ക്യാൻ ഹീൽ ഓൾ സിക്നസസ് ആൻഡ് ഓൾ ഡിസീസസ്. പ്ലീസ് സീക്ക് ദ ഹീലർ. 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ യേശുവിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. യേശുവിനെ അന്വേഷിച്ച് അവൾ കണ്ടുപിടിച്ചു. ബർത്തിമായി എന്താണ് പറഞ്ഞത്? അന്ധനായ ബർത്തിമായി യേശുവിനെയാണ് അന്വേഷിച്ചത്. ഹി സോട്ട് ദ ഹീലർ. യേശുവെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. യേശുവിനെ അന്വേഷിക്കുമ്പോൾ, സൗഖ്യദാതാവിനെ അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന പല അസുഖങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടു പോകുന്നതായിരിക്കും. ഇത് പലർക്കും മനസ്സിലാകാത്ത ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു സീക്രട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലും രോഗത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഫോക്കസ് എവിടെയായിരിക്കും? സൗഖ്യമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഫോക്കസ് സൗഖ്യദാതാവിലേക്ക് മാറ്റി നോക്കുക. നിങ്ങളുടെ രോഗം, നിങ്ങളുടെ ശരീരം വിട്ടു പോകുന്നതായിരിക്കും. സീക്ക് ദ ഹീലർ. ഈ 2025 നിങ്ങളിൽ പലർക്കും രോഗശാന്തിയുടെ ഇയർ ആണ്. റിസീവ് ദ ഹീലർ. ഈ 2025 നിങ്ങൾക്ക് പ്രൊവിഷൻസിന്റെ ഇയർ ആയിരിക്കും. പലതരത്തിലുള്ള ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ഇഫ് യു നീഡ് പ്രൊവിഷൻസ്, സീക്ക് ദ പ്രൊവൈഡർ. പലപ്പോഴും ആവശ്യങ്ങളുടെ ആ ഒരു ലിസ്റ്റുമായിട്ട് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നതിന് പകരം പ്ലീസ് മീറ്റ് ദ പ്രൊവൈഡർ, പ്ലീസ് സീക്ക് ദ പ്രൊവൈഡർ. പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് കുഴങ്ങിയിരിക്കുന്നവർക്ക് ഒരു പ്രോമിസ് വേഴ്സ് എനിക്ക് നൽകാനുണ്ട്. ഫിലിപ്പിയർ 4:19 എഴുതിയിരിക്കുന്നത് പ്രകാരം എൻ്റെ ദൈവം എൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുമെന്ന് എഴുതി വെക്കുക. മൈ ഗോഡ് വിൽ മീറ്റ് ഓൾ മൈ നീഡ്സ് because he is the promise keeper. He will surely provide all what you need. പക്ഷേ ആവശ്യങ്ങളുടെ ലിസ്റ്റുമായി മാത്രം ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാതിരിക്കുക. Seek the provider if you need provisions. എല്ലാവർക്കും വേണ്ട മറ്റൊരു കാര്യമാണ് അനുഗ്രഹങ്ങൾ. If you need blessings, seek the
ബ്ലസ്സർ. അനുഗ്രഹങ്ങൾ മാത്രം തേടി പോകാതെ അനുഗ്രഹിക്കുന്നവനെ അന്വേഷിക്കുക. യാക്കോബ് 1:17 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ നന്മകളും ഉയരത്തിൽ നിന്ന് വരുന്നു എന്നതാണ്. എവറി പെർഫെക്റ്റ് ആൻഡ് എവറി ഗുഡ് ഗിഫ്റ്റ് കം ഫ്രം അബവ്. യേശു നമ്മുടെ പക്ഷമുള്ളപ്പോൾ, യേശുവിനെ മുൻനിർത്തിയുള്ള ജീവിതം നമ്മൾ നയിക്കുമ്പോൾ, സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഗിഫ്റ്റ്സിനും നമ്മളും അവകാശികൾ സ്വാഭാവികമായിട്ടും ആയിത്തീരുന്നു. അതുകൊണ്ട് ഇഫ് യു വാണ്ട് ബ്ലെസ്സിങ്സ്, സീക്ക് ദ ബ്ലസ്സർ. അനുഗ്രഹങ്ങളെ മാത്രം നോക്കിയാകരുത് നമ്മുടെ സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് പലർക്കും ഇല്ലാത്ത ഒന്നാണ് സമാധാനം. എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലാത്ത ആ ഒരു അവസ്ഥ. ഐ ഹാവ് എ വണ്ടർഫുൾ ഗിഫ്റ്റ് ടു ഗിവ് യു, ദ പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ രാജകുമാരൻ. ഈ ഒരു വർഷം 2025 നിങ്ങൾ ഏത് കൊടുങ്കാറ്റിനെ ആയിരിക്കും അഭിമുഖീകരിക്കേണ്ടതെങ്കിലും യേശു നിങ്ങളുടെ പക്ഷത്തുള്ളപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സമാധാനം നിങ്ങൾക്ക് കൈവരുന്നു. പ്ലീസ് റിസീവ് ദ പ്രിൻസ് ഓഫ് പീസ് ഇൻ യുവർ ലൈഫ്. ഈ 2025 സമാധാനത്തിൻ്റെ രാജകുമാരനുമായിട്ടുള്ള യാത്ര തുടങ്ങുക. അവസാനമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നവരോടാണ്. ശക്തി നശിച്ചവരോട്, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുന്നവർക്ക് എനിക്ക് തരാൻ ഒരു വണ്ടർഫുൾ ഗിഫ്റ്റ് ഉണ്ട്. ഓൾ മൈറ്റി ഗോഡ്, സർവശക്തൻ. സർവശക്തനിൽ വിശ്വസിക്കുക. ഓൾ മൈറ്റി ഗോഡിൽ വിശ്വസിക്കുക. ഇഫ് യു നീഡ് സ്ട്രെങ്ത്, സീക്ക് ദ ഓൾ മൈറ്റി. ഇഫ് യു നീഡ് സ്ട്രെങ്ത്, സീക്ക് ദ ഓൾ മൈറ്റി. ബലമില്ലാത്തവർക്ക് ബലം നൽകുകയും ശക്തി നശിച്ചിരിക്കുന്നവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് ഓൾ മൈറ്റി ഗോഡ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട എല്ലാ അവസ്ഥകളെയും മാറ്റിമറിക്കാൻ പല വലിയ വലിയ മിറക്കിൾസും ഒക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 2025 റിസീവ് ജീസസ്, റിസീവ് ദ ഓൾ മൈറ്റി. സർവശക്തൻ ജഡം ധരിച്ചെത്തിയ നസറേനായ യേശുവിനെ സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കംപ്ലീറ്റ് സൊല്യൂഷനാണ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറേത്ത്. അവനിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പലപ്പോഴും സൗഖ്യത്തിന് പുറകെ പോകുമ്പോൾ, ബ്ലെസ്സിങ്സിൻ്റെ പുറകെ പോകുമ്പോൾ, ജീവിതത്തിലെ വലിയ വലിയ ഉന്നതികൾക്കും മാനങ്ങളുടെയും ഒക്കെ പുറകെ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും യേശു ചോരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും. ഈ 2025 മാറ്റങ്ങളുടെ ഒരു ഇയർ തന്നെയാകട്ടെ. മാറ്റങ്ങൾ നിങ്ങൾ കാണണമെങ്കിൽ സീക്ക് ദ ബ്ലസ്സർ, സീക്ക് ദ ഹീലർ, സീക്ക് ദ ഓൾ mighty, seek the prince of peace, seek the provider, seek Jesus. മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നത് പോലെ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, എന്നാൽ ഇവയൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. 2025 നിങ്ങൾക്ക് ടെസ്റ്റിമണീസിന്റെ ഒരു ഇയർ ആയിരിക്കും. ബട്ട് പ്രൊവൈഡഡ് യു ഹാവ് ടു ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് അക്കോർഡിംഗ് ടു ദ ബൈബിൾ. ഈ പുതിയ വർഷത്തിൽ ഒരു തീരുമാനമെടുക്കുക. റെസൊല്യൂഷൻസ് അല്ല, സൊല്യൂഷൻസ് തന്നെയാണ് നിങ്ങളെ തേടി വന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, യേശുവിൽ വിശ്വസിക്കുക. പൊന്നോ വെള്ളിയോ എനിക്ക് നൽകാനില്ല, പക്ഷേ എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറേത്ത്. Receive him, believe in him, and you will find wonderful things happening at your end. Come fall in love with Jesus and fall in love with the word of God.